പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ തലേദിവസം സന്ധ്യയ്ക്ക് ഞാൻ എൻ്റെ ഈശോയുടെ സാന്നിധ്യത്തിൽ എഴുതുന്നു. ഈശോ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, പൂർണ്ണമായും എനിക്ക് വേണ്ടിയാണ്. ഒരു ദീർഘകാലത്തിന് ശേഷം ഈശോ എനിക്ക് വേണ്ടി തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങ് പറയുമായിരിക്കും, അതെങ്ങനെ? നീ 1 മാസത്തോളം അവിടുത്തെ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നിട്ടും നീ പറയുന്നു ഒരു ദീർഘകാലത്തിന് ശേഷമാണ് ഈശോ നിന്റെ പക്കൽ വരുന്നതെന്ന്. ഞാൻ വീണ്ടും അതിന് മറുപടി പറയാം. ഇത് വാക്കാലും കത്തുവഴിയും ഞാൻ അനേകം പ്രാവശ്യം അങ്ങയോട് പറഞ്ഞിട്ടുള്ളതാണ്. കാണുന്നതും കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും എനിക്ക് വേണ്ടി മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ കാര്യത്തിൽ ഞാൻ നിരീക്ഷകനാണ്. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ഞാൻ ആവർത്തിക്കുന്നു. അവ എനിക്ക് സന്തോഷം തരുന്നു, കാരണം അവ വളരെ സന്തോഷദായകമാണ്. എന്നാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ബാഹ്യതലത്തിലുള്ള ഒരു സന്തോഷമാണ്. എനിക്ക് അനുഭവപ്പെടുന്നത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ വാക്ക് ഒട്ടും പര്യാപ്തമല്ല. എന്നാൽ മെച്ചമായ ഒരു വാക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ സന്തോഷം ഒരു പുസ്തകം വായിക്കുമ്പോഴോ മനോഹരമായൊരു കാഴ്ച കാണുമ്പോഴോ ഉള്ള സന്തോഷം പോലെയാണ്. ഹൃദയത്തിൽ ചലനം സൃഷ്ടിക്കുന്നു, അത്ഭുതം തോന്നുന്നു, അതിൻ്റെ മനോഹാരിതയിൽ ആനന്ദിക്കുന്നു. എന്നിട്ട് ചിന്തിക്കുന്നു, ആ ആളിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. രണ്ടാമത്തെ കാര്യത്തിൽ, അതായത് എനിക്കായി മാത്രം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ ആൾ ഞാൻ തന്നെയാണ്. കേൾക്കുന്ന വാക്ക് എനിക്ക് വേണ്ടി തന്നെയാണ്. കാണുന്ന ആൾ എനിക്ക് വേണ്ടി തന്നെയാണ്. അവനും ഞാനും, അല്ലെങ്കിൽ മേരിയും ഞാനും, അഥവാ ജോണും ഞാനും. ജീവനുള്ള യാഥാർത്ഥ്യമായ സത്യമായ പരസ്പരം അടുത്തുള്ള സാന്നിധ്യം എൻ്റെ മുമ്പിൽ സിനിമയിൽ എന്ന പോലെ കാണുകയല്ല. പിന്നെയോ എൻ്റെ കിടക്കക്കരികിലും മേശയിലോ കസേരയിലോ ചാരിയും മുറിയിൽ കൂടെ നടന്നും ഇരുന്നും എഴുന്നേറ്റും സാധാരണ ആളുകൾ ചെയ്യാറുള്ളതുപോലെ എല്ലാം ചെയ്യുന്നവർ, എൻ്റെ അതിഥികളെപ്പോലെ പെരുമാറുന്നവർ. ഇത് എല്ലാവർക്കും വേണ്ടി എനിക്ക് ലഭിക്കുന്ന ദർശനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതെല്ലാം എൻ്റേതാണ്. ഈശോ ഇന്നിവിടെ വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഉച്ച കഴിഞ്ഞ് മുതൽ ഇവിടെയുണ്ട്. പതിവായി കാണുന്ന വെള്ളക്കമ്പിളി വസ്ത്രമാണ്. ദന്തനിറമായ വെള്ളവസ്ത്രം, ഘനത്തിലും നിറത്തിലും സ്വർഗത്തിൽ അവിടുന്ന് ധരിക്കുന്ന മഹത്വമേറിയ വസ്ത്രത്തിൽ നിന്നും വളരെ വ്യത്യാസമുള്ളത്. സ്വർഗത്തിൽ അവിടുത്തെ വസ്ത്രം പദാർത്ഥമല്ലാത്ത തുണി കൊണ്ടുണ്ടാക്കിയതാണ്. പ്രകാശം പോലെ വെണ്മയേറിയ നൂലുകൊണ്ട് നിർമ്മിച്ചാലെന്ന പോലെ അത്ര ധവളമാണ്. ഈശോ ഇവിടെയുണ്ട്. ആ നീളമുള്ള കൈവിരലുകൾ പഴകിയ ദന്തനിറമുള്ളവയാണ്. നീണ്ടു സുന്ദരമായ കടുത്ത നീലിമയുള്ള കണ്ണുകളാണ് ഏറ്റവും ആകർഷണമായിട്ടുള്ളത്. മാധുര്യമേറിയ കണ്ണുകൾ, കടും ചുവപ്പ് രേഖകൾ കലർന്ന് ഇടതിങ്ങിയ കൺപീലികളുടെ നിറം കടുപ്പമേറിയ തവിട്ടാണ്. നീളമുള്ള മൃദുവായ മുടി മടക്കുകളായി കിടക്കുന്നു. പ്രകാശം തട്ടുന്ന ഭാഗം ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറം, മടക്കിനുൾഭാഗം മങ്ങിയ നിറം. അവനിവിടെയുണ്ട്, അവനിവിടെയുണ്ട്. അവനെക്കുറിച്ച് ഞാൻ എഴുതുന്നത് നോക്കി പുഞ്ചിരി തൂകുന്നു. വിയാരയുകയിൽ വെച്ച് ഞാൻ ചെയ്തതുപോലെ തന്നെ വിശുദ്ധവാരത്തിൽ ഇതെല്ലാം അവൻ നൽകാതെയായി. അപ്പോൾ എനിക്ക് എത്ര പ്രയാസമായിരുന്നു. നിരാശയുടെ പനി പിടിച്ചാലെന്ന പോലെ ഞാൻ വിഷമിച്ചു. ഈശോ ഇല്ലെന്ന് മാത്രമല്ല, അവൻ സന്നിഹിതനായ സ്ഥലത്ത് ജീവിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എന്നത് കൂടുതൽ ദുഃഖത്തിന് കാരണമായി. അല്ലെങ്കിൽ എനിക്ക് പറയാമായിരുന്നു,
അവൻ അവിടെ ചാരി നിന്നിരുന്നു. ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഈ സ്ഥലത്ത് കുനിഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതാണ്. എൻ്റെ ബന്ധുക്കൾ മരിച്ച അതേ സ്ഥലം. ഓ, അനുഭവിച്ചറിയാതെ ആർക്കും അത് മനസ്സിലാവുകയില്ല. ഇതെല്ലാം ഒരഭിനയമൊന്നുമല്ല. ഇവയെല്ലാം ഇഷ്ടദാനങ്ങളാണെന്നും നമുക്ക് അതിന് ഒരർഹതയുമില്ലെന്നും അവ എന്നും നിലനിൽക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ലെന്നും എല്ലാം നമുക്കറിയാം. ഈ ദാനങ്ങൾ കൂടുതലായി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ കൂടുതലായി എളിമയിൽ ആഴപ്പെടുന്നു. നമ്മുടെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച് വെറുപ്പും അറപ്പും ഉളവാകുന്നു. സ്വയം ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ സമ്പത്തും തികവും അപരിമേയവുമായ സൗന്ദര്യം കാണുമ്പോൾ നമ്മൾ നമ്മെ തന്നെ താഴ്ത്തും. പിതാവേ, അങ്ങ് എന്ത് വിചാരിക്കുന്നു? ഒരു മകൻ അവൻ്റെ മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കാതിരിക്കുമോ? ഒരു ഭാര്യ അവളുടെ ഭർത്താവിനെ കാണാൻ ആഗ്രഹിക്കുകയില്ലേ? മരണം മൂലമോ ദീർഘകാലത്തെ അസാന്നിധ്യം മൂലമോ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കാതെ വരുമ്പോൾ അവർ വേദനിക്കുന്നില്ലേ? അവർ ജീവിച്ചിരുന്ന അതേ സ്ഥലത്ത് ജീവിക്കുന്നത് അവർക്ക് ആശ്വാസമല്ലേ? ആ സ്ഥലവും ഉപേക്ഷിച്ചു പോകേണ്ടി വന്നാൽ അവർ ഇരട്ടി ദുഃഖമല്ലേ അനുഭവിക്കൂ? അതിന് അവരെ കുറ്റപ്പെടുത്താനാവുമോ? ഇല്ല. എൻ്റെ കാര്യവും ഇങ്ങനെയല്ലേ? ഈശോ എൻ്റെ പിതാവല്ലേ? എൻ്റെ ആത്മ മണവാളനല്ലേ? ഏറ്റവും സ്നേഹമുള്ള പിതാവിനേക്കാൾ, മണവാളനേക്കാൾ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നവനല്ലേ? അങ്ങനെയാണെന്ന് എൻ്റെ അമ്മയുടെ മരണസമയത്തുണ്ടായ എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അങ്ങേക്ക് തീരുമാനിക്കാൻ കഴിയും. ഞാൻ വളരെ വേദനിച്ചു. ഇപ്പോഴും കരയുന്നു. കാരണം അമ്മയുടെ സ്വഭാവം പ്രത്യേകതരമായിരുന്നെങ്കിലും ഞാൻ വളരെ സ്നേഹിച്ചിരുന്നു. പ്രയാസമേറിയ ആ നിമിഷങ്ങൾ ഞാൻ തരണം ചെയ്തതെങ്ങനെയെന്നറിയാമോ? ഈശോ അവിടെ ഉണ്ടായിരുന്നു. ഈശോ എൻ്റെ അമ്മയേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. അമ്മയുടെ മരണം നിമിത്തം ഇപ്പോഴാണ് ഞാൻ കൂടുതൽ സഹിക്കുന്നത്. 8 മാസം മുമ്പ് അമ്മ മരിച്ചപ്പോഴുണ്ടായതിനേക്കാൾ കൂടുതൽ വേദന ഇപ്പോഴാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം അവസാനത്തെ ഈ 2 മാസങ്ങളിൽ ഈശോ എനിക്ക് ഇല്ലാതെ വന്നു. മേരിയും എനിക്കില്ല. ഇക്കാലത്ത് ഒരു നിമിഷത്തേക്ക് അവരെന്നെ വിട്ടുപോയാൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ അത്ര നിരാലംബതയാണ് രോഗിയും അനാഥയുമായി ഞാൻ അനുഭവിക്കുന്നത്. അന്നത്തെ ക്രൂരവേദനയുടെ കടുത്ത വിഷാദത്തിലേക്ക് ഞാൻ വീണ്ടും വീണു പോകുന്നു. ഈശോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് എഴുതുന്നത്. അതിനാൽ ഞാനൊന്നും അതിശയോക്തിയായോ വ്യത്യാസപ്പെടുത്തിയോ എഴുതുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ സ്വഭാവ രീതിയല്ല. അഥവാ ആണെങ്കിൽ തന്നെ അത് തുടരാൻ സാധ്യമല്ല. കാരണം ഈശോ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വഭാവ രീതിയല്ലെങ്കിലും ഈ വ്യതിചലനം ഞാനിവിടെ വരുത്തി. മേരിയുടെ ദർശനങ്ങളിൽ എൻ്റെ അഹം ഞാൻ ഒരിക്കലും ഇടയ്ക്ക് കയറ്റിയിട്ടില്ല. കാരണം അവളുടെ മഹിമകൾ തുടർച്ചയായി വിവരിക്കേണ്ടതാണെന്ന് എനിക്കറിയാം. അവളുടെ മാതൃത്വം അനുനിമിഷം അവളുടെ മഹിമയുടെ കിരീടമായിരുന്നില്ലേ? എനിക്ക് തീരെ സുഖമില്ല. എഴുതുന്നത് എനിക്കൊരു ഭാരമാണ്. കുറച്ച് കഴിയുമ്പോൾ വലുതായ ക്ഷീണം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അവൾ അറിയപ്പെടുന്നതിന് വേണ്ടി, സ്നേഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ അതെല്ലാം അവഗണിക്കുന്നു. എൻ്റെ തോളുകൾ വേദനിക്കുന്നു. എൻ്റെ ചങ്ക് തളർന്നു പോകുന്നു. തല പുളിക്കുന്ന തലവേദനയുണ്ട്. പനി കൂടി വരികയാണ്. അതൊന്നും സാരമില്ല. മേരി അറിയപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണയും അവളുടെ ദയയും നിമിത്തം മനോഹരിയും വാത്സല്യം നിറഞ്ഞവളുമായ അവളെ ഞാൻ കാണുന്നുണ്ടല്ലോ. എനിക്കത് മതി. കുറെ കഴിഞ്ഞ് വളരെ വിസ്തൃതമായ ഒരു നാട്ടിൻപുറം ഞാൻ കാണുന്നു. ചന്ദ്രൻ അത്യുച്ഛ നിലയിൽ നക്ഷത്രനിബിഡമായ ആകാശത്തിലൂടെ ശാന്തമായി യാത്ര ചെയ്യുന്നു. നക്ഷത്രങ്ങൾ കടും നീല വെൽവെറ്റ് മേൽക്കട്ടിയിൽ പതിപ്പിച്ചിരിക്കുന്ന വജ്രക്കല്ലുകൾ പോലെ കാണപ്പെടുന്നു. ചന്ദ്രൻ അവയുടെ നടുവിൽ തൻ്റെ വലിയ മുഖം കാണിച്ച് പുഞ്ചിരി തൂകുന്നു.
അതിൽ നിന്ന് പ്രകാശധോരണികൾ ഭൂമിയിലേക്കിറങ്ങി ഭൂമിയെ ധവളമാക്കുന്നു. തന്മൂലം ഇല കൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കൂടുതൽ ഉയരമുള്ളതും കൂടുതൽ കറുത്തതുമായി തോന്നിക്കുന്നു. അതിർത്തികളായി ഉയർത്തിയിരിക്കുന്ന ചെറുബെത്തികൾ അവിടെ നിൽക്കുന്നത് പാലുപോലെ വെളുത്തു കാണുന്നു. അകലെ കാണുന്ന ഒരു ചെറിയ വീട് ഒരു കരാറ മാർബിൾ കട്ട പോലെ ഇരിക്കുന്നു. എൻ്റെ വലതുവശത്ത് 4 വശവും കെട്ടിയടച്ചിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണുന്നു. 2 വശങ്ങളിൽ മുൾച്ചെടി കൊണ്ടുള്ള പൊക്കം കുറഞ്ഞ വേലിയാണുള്ളത്. മറ്റ് 2 വശങ്ങളിലും പൊക്കം കുറഞ്ഞ പരുക്കൻ ഭിത്തികൾ. ആ 2 ഭിത്തിയിൽ താങ്ങി നിർത്തുന്ന പരന്ന ഒരു ഷെഡാണത്. പകുതി കല്ലുകെട്ടും പകുതി തടിപ്പണിയുമായി തീർന്നിരിക്കുന്ന ഒരു ഷെഡ്. വേനൽക്കാലത്ത് തടിപ്പണി എടുത്തു മാറ്റിയാൽ ഒരു പോർട്ടിക്കോ പോലെ ഇരിക്കും. അവിടെ നിന്ന് ഇടവിട്ട് ഒരാടിൻ്റെ കരച്ചിൽ കേൾക്കാം. സ്വപ്നം കാണുന്ന ആട്ടിൻകുട്ടികളോ അഥവാ ചന്ദ്രൻ്റെ വലിയ പ്രകാശം പ്രഭാതമാണെന്ന് കരുതുന്ന ആടുകളോ ആയിരിക്കാം ഇങ്ങനെ കരയുന്നത്. ചന്ദ്രൻ്റെ പ്രകാശം കൂടിക്കൂടി വരുന്നു. കൂടുതൽ ശക്തിയുള്ളതായിത്തീരുന്നു. ചന്ദ്രൻ ഭൂമിയിലേക്ക് അടുത്തു വരുന്നത് പോലെയോ ഏതോ അജ്ഞാതവും നിഗൂഢവുമായ ഒരഗ്നി അതിലുള്ളതുപോലെയോ പ്രകാശം അത്ര ശക്തിമത്താണ്. ഒരിടയൻ വാതിലിന് വെളിയിലേക്ക് നോക്കുന്നു. ഒരു കൈ നെറ്റിയിൽ വെച്ച് കണ്ണുകൾക്ക് മറയാക്കിക്കൊണ്ട് മുകളിലേക്ക് നോക്കുന്നു. ചന്ദ്രൻ്റെ പ്രകാശത്തിൽ നിന്ന് കണ്ണുകളെ രക്ഷിക്കാൻ കണ്ണിന് മറപിടിക്കുക എന്നത് അസ്വാഭാവികമായി തോന്നുന്നു. എന്നാൽ ഇപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം വളരെ വലുതാണ്. കണ്ണുകൾ കാണാൻ പാടില്ലാതാകത്തക്ക വിധം അത്ര ശക്തമാണ്. പ്രത്യേകിച്ച് ഇരുട്ടത്തെ മുറിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നവരുടെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രകാശം. എല്ലാം പ്രശാന്തമാണ്. എന്നാൽ ചന്ദ്രൻ്റെ അസാധാരണമായ ഈ പ്രകാശം അത്ഭുതമുളവാക്കുന്നു. ഇടയൻ കൂട്ടുകാരെയെല്ലാം വിളിക്കുന്നു. അവരെല്ലാം വാതിൽക്കിലേക്ക് വരുന്നു. രോമാവൃതമായ ശരീരമുള്ള പല പ്രായക്കാരായ മനുഷ്യർ. ചിലർ ചെറുപ്പക്കാരാണ്, ചിലർ നരച്ചു തുടങ്ങി. അസാധാരണമായ ഈ കാഴ്ചയെക്കുറിച്ച് അവർ തമ്മിൽ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു. പ്രായം കുറഞ്ഞവർക്ക് ഭയമാകുന്നു. 12 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു ബാലന് കൂടുതൽ പേടിയാകുന്നു. അവൻ കരയാൻ തുടങ്ങുന്നു. അത് കണ്ട് മറ്റുള്ളവരെല്ലാം അവനെ പരിഹസിക്കുന്നു. അവരിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ പറയുന്നു, എടാ വിട്ടി, നീ എന്തിനാണ് പേടിക്കുന്നത്? അന്തരീക്ഷം വളരെ പ്രശാന്തമാണെന്ന് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? ചന്ദ്രൻ്റെ തെളിവിട്ട പ്രകാശം നീ ഒരിക്കലും കണ്ടിട്ടില്ലേ? നീ ഇപ്പോഴും അമ്മയുടെ ഉടുപ്പിൽ പിടിച്ചു തൂങ്ങിയാണ് കഴിയുന്നതല്ലേ? എന്നാൽ നിനക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങൾ കാണാനുണ്ട്. ഒരിക്കൽ ഞാൻ ലെബനോൻ പർവ്വതതരകൾ വരെയുള്ള ദൂരം പോയി. അത് കഴിഞ്ഞ് കുറെ കൂടെ ദൂരം പോയി. വളരെ ഉയരത്തിൽ. ഞാൻ ചെറുപ്പമായിരുന്നു. നടക്കുന്നത് രസവുമായിരുന്നു. അന്ന് എനിക്ക് പൈസയുമുള്ള കാലമായിരുന്നു. എന്നിട്ട് ഒരു രാത്രി ഞാൻ ശക്തിയേറിയ ഒരു പ്രകാശം കണ്ടു. ഞാൻ വിചാരിച്ചു ഏലീശ അഗ്നിരഥത്തിൽ തിരിച്ചു വരികയായിരിക്കുമെന്ന്. പ്രായമുള്ള ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ലോകത്തിൽ എന്തോ ഒരു വലിയ സംഭവം ഉണ്ടാകാൻ പോകുന്നുവെന്ന്. എന്നാൽ ഒരു വലിയ ആപത്താണ് ഉണ്ടായത്. കാരണം റോമൻ പടയാളികൾ വന്നു. ഹോ, എന്തെല്ലാം കാര്യങ്ങൾ ഇനി നീ കാണാൻ കിടക്കുന്നു. നീ കുറെ നീണ്ട കാലത്തേക്ക് ജീവിച്ചിരുന്നാൽ മതി. എന്നാൽ ഇടയ ബാലൻ അയാളെ ശ്രദ്ധിക്കുന്നതേയില്ല. അവൻ്റെ ഭയമെല്ലാം നീങ്ങിയതുപോലെയുണ്ട്. കാരണം അവൻ വാതിൽക്കൽ നിന്ന് മാറുന്നു. നേരത്തെ പേടി നിമിത്തം തടിയനായ ഒരു ഇടയൻ്റെ പിന്നിൽ ഒളിച്ചു നിന്ന അവൻ മെല്ലെ അവിടെ നിന്ന് നീങ്ങി വെളിയിലേക്ക് പോകുന്നു. ഷെഡിൻ്റെ മുൻഭാഗത്തുള്ള പുൽപ്രദേശത്തെ ആലയിലേക്കാണ് പോകുന്നത്. അവൻ മുകളിലേക്ക് നോക്കി. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് പോലെ നടക്കുന്നു. എന്തോ മാസ്മരശക്തിയാൽ ആകർഷിക്കപ്പെട്ടതുപോലെ ഒരു നിമിഷത്തിൽ അവൻ സ്വരമുയർത്തി ഓ എന്ന് പറഞ്ഞ കൈകൾ മുന്നോട്ട് നീട്ടി. ഭയചകിതനായി നിശ്ചലനായി നിലകൊള്ളുന്നു. അവൻ്റെ കൂട്ടുകാർ പരസ്പരം നോക്കി മിണ്ടാൻ കഴിയാതെ നിൽക്കുന്നു. അവനെ നാളെ തന്നെ അവൻ്റെ അമ്മയുടെ പക്കലേക്ക് ഞാൻ പറഞ്ഞയക്കും. ആടിനെ നോക്കാൻ ഭ്രാന്തന്മാരെയൊന്നും എനിക്ക് വേണ്ട, ഒരാൾ പറഞ്ഞു. നേരത്തെ സംസാരിച്ച വൃദ്ധൻ പറയുന്നു, അവനെ വിധിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോയി നോക്കാം. ഉറങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരെയും വിളിക്കൂ. വടിയും എടുത്തുകൊള്ളൂ. വല്ല കാട്ടുമൃഗങ്ങളോ കള്ളന്മാരോ ആയിരിക്കാം. അവർ അകത്ത് ചെന്ന് മറ്റുള്ളവരെ വിളിച്ചു. എല്ലാവരും പന്തങ്ങളും വടിയുമായി പുറത്തേക്കിറങ്ങുന്നു. ബാലൻ്റെ അടുക്കലെത്തി. അവൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, അതാ അവിടെ വൃക്ഷത്തിന് മുകളിൽ അടുത്തു വരുന്ന ആ വെളിച്ചം നോക്കൂ. അത് ചന്ദ്രൻ്റെ രശ്മിയുടെ മീതെയാണ് വരുന്നതെന്ന് തോന്നുന്നു. അതാ അവിടെ അത് അടുത്തു വരുന്നു.
എത്ര മനോഹരമാണത്! എനിക്ക് കുറെ തെളിവുള്ള പ്രകാശം കാണാനേ കഴിയുന്നുള്ളൂ. എനിക്കും അങ്ങനെ തന്നെ. എനിക്കും അങ്ങനെ തന്നെ. ഇങ്ങനെ മറ്റുള്ളവരെല്ലാം പറയുന്നു. അല്ല, ഒരു ശരീരം പോലെ എന്തോ ഒന്ന് ഞാൻ കാണുന്നു. മേരിക്ക് പാൽ കൊടുത്ത ആ ഇടയ ബാലൻ പറയുന്നു. അതെ, അതൊരു ദൈവദൂതനാണ്. ബാലൻ വിളിച്ചു പറയുന്നു. അവനിവിടെയുണ്ട്. അവൻ താഴേക്ക് വരികയാണ്. അവൻ അടുത്തു വരികയാണ്. താഴേക്ക്. എല്ലാവരും മുട്ടിന്മേൽ. ദൈവത്തിൻ്റെ ദൂതന് മുൻപിൽ ദീർഘവും ആദരവും വണക്കവും നിറഞ്ഞതുമായ ഒരു ശബ്ദം എല്ലാവരിലും നിന്നുയരുന്നു. എല്ലാവരും കമിഴ്ന്നു വീണ് മുഖം നിലത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞു. പ്രകാശപൂർണമായ ആ ദർശനത്തിൽ പ്രായം കൂടിയവർ ഏറെ തകർന്ന പോലെ കാണപ്പെടുന്നു. ചെറുപ്പക്കാരെല്ലാം മുട്ടിന്മേൽ നിന്ന് അടുത്തേക്ക് വരുന്ന ദൈവദൂതനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഷെഡിരിക്കുന്ന സ്ഥലത്തിന് മുകളിലെത്തിയപ്പോൾ ദൂതൻ ഇടവിധാനത്തിൽ നിശ്ചലനായി നിൽക്കുന്നു. തൻ്റെ വലിയ ചിറകുകൾ വീശിക്കൊണ്ട് ചന്ദ്രികയ്ക്കുള്ളിൽ മുത്തുപോലെയുള്ള പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് ആപത്തൊന്നും കൊണ്ടുവരികയില്ല. ഒരു വലിയ സന്തോഷ വാർത്ത ഇസ്രായേൽ ജനത്തിനും ലോകത്തിനുമുള്ള എല്ലാവർക്കുമായി ഞാൻ അറിയിക്കുന്നു. ദൈവദൂതൻ്റെ സ്വരം വീണയുടെയും അനേകം രാപ്പാടികളുടെയും സ്വരം ഒന്ന് ചേർത്തിണക്കിയതുപോലെയുണ്ട്. ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇത് പറയുമ്പോൾ ദൈവദൂതൻ തൻ്റെ ചിറകുകൾ കൂടുതൽ കൂടുതൽ വിരിക്കുന്നു. അടക്കാനാവാത്ത സന്തോഷത്താൽ ചിറകുകൾ വീശുന്നു. ആ ചിറകുകളിൽ നിന്ന് സ്വർണ്ണ തീപ്പൊരികളും വിലപിടിച്ച രത്നങ്ങളും താഴേക്ക് വീഴുന്നത് പോലെ കാണുന്നു. വിജയകമാനം തീർക്കുന്ന ഒരു മഴവില്ല് പോലെ ദരിദ്രമായ ആ ഷെഡിന് മുകളിൽ ദൈവദൂതൻ നിൽക്കുന്നു. മിശിഹായാകുന്ന രക്ഷകൻ. ദൈവദൂതൻ കൂടുതൽ പ്രകാശമാനമായ വെളിച്ചം വീശി മിന്നുന്നു. അവൻ ചിറകുകൾ രണ്ടും ഇപ്പോൾ നിശ്ചലമാക്കി മുകളിലേക്ക് നേരെ ഉയർത്തി നിൽക്കുന്നു. ഇന്ദ്രനീല കല്ലുപോലെയും സമുദ്രത്തിന്മേൽ കാണപ്പെടുന്ന രണ്ട് കപ്പൽ പായകൾ പോലെയുമുള്ള ആ ചിറകുകൾ ആകാശത്തിലേക്ക് ഉയരുന്ന രണ്ട് വലിയ തീജ്വാലകൾ പോലെയാണ് കാണപ്പെടുന്നത്. കർത്താവായ മിശിഹ ദൈവദൂതൻ തൻ്റെ മിന്നിത്തിളങ്ങുന്ന ചിറകുകൾ ഒതുക്കി അതുകൊണ്ട് സ്വയം മൂടുന്നു. മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രത്തിന്മേൽ ധരിക്കുന്ന വജ്രനിർമ്മിതമായ ഒരു പുറം കുപ്പായം പോലെ തോന്നിക്കുന്നു. കൈകൾ രണ്ടും വിലങ്ങിൻ്റെ നെഞ്ചത്ത് ചേർത്ത് വെച്ച് തലകുനിച്ച് താണ് ആരാധനയർപ്പിക്കുന്നു. ഒതുക്കി വെച്ചിരിക്കുന്ന ചിറകുകളുടെ ഇടയിൽ ദൈവദൂതൻ്റെ ശിരസ് മറഞ്ഞിരിക്കുന്നു. നിശ്ചലവും പ്രകാശപൂർണവുമായ ഒരു ദീർഘചതുര രൂപം മാത്രം കുറച്ച് സമയത്തേക്ക് കാണപ്പെടുന്നു. ഇപ്പോൾ ദൈവദൂതൻ ചലിക്കുന്നു. ചിറകുകൾ വിടർത്തുന്നു. തല ഉയർത്തി സ്വർഗീയമായ ഒരു പുഞ്ചിരിയോടെ പറയുന്നു, ഈ അടയാളങ്ങളാൽ നിങ്ങൾ അവനെ തിരിച്ചറിയും. ബെത്ലഹേമിൻ്റെ പിൻഭാഗത്ത് ദരിദ്രമായ ഒരു കാലിക്കൂട്ടിൽ പിള്ളക്കച്ചകളാൽ ആവൃതനായ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. മൃഗങ്ങളുടെ പുൽത്തൊട്ടിയിൽ അവനെ കാണും. കാരണം ദാവീദിൻ്റെ പട്ടണത്തിൽ മിശിഹായ്ക്ക് സ്ഥലം കിട്ടിയില്ല. ഇത് പറയുമ്പോൾ ദൈവദൂതൻ ഗൗരവം സ്ഫുരിച്ച് ദുഃഖിതനായി കാണപ്പെടുന്നു. പിന്നീട് സ്വർഗത്തിൽ നിന്ന് അനേകം ദൈവദൂതന്മാർ, ഓ എത്രയധികം, അവനെപ്പോലെ തന്നെയുള്ളവർ താഴേക്കിറങ്ങി വരുന്നു. ഒരു ഗോവണിയായി തിങ്ങിയിറങ്ങി വരുന്നു. അവരുടെ ആനന്ദത്തിൻ്റെ സ്വർഗീയ പ്രഭയിൽ ചന്ദ്രിക മങ്ങിപ്പോകുന്നു. വാർത്ത അറിയിച്ച ദൈവദൂതൻ്റെ ചുറ്റും കൂടി അവർ ചിറകടിച്ച് സൗരഭ്യം വിതറുന്നു. മധുരമായ സംഗീതം ആലപിക്കുന്നു. സൃഷ്ടികളുടെ സ്വരങ്ങളിൽ ഏറ്റവും മാധുര്യമേറിയവ ആ സ്വർഗീയ സംഗീതത്തിൻ്റെ ഓർമ്മയെന്നതുപോലെ മാത്രമേയുള്ളൂ. എത്ര ഇമ്പകരമായ സംഗീതം! സംഗീതത്തിൻ്റെ സമ്പൂർണ്ണ മാധുരി. ചിത്രരചന പദാർത്ഥങ്ങളെ ഭാരമില്ലാത്തതായി അവതരിപ്പിക്കുന്നെങ്കിൽ സംഗീതം അതിൻ്റെ രാഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് സൂചന നൽകുന്നു. ഈ രാഗം കേൾക്കുമ്പോൾ പറുദീസ എന്താണെന്ന് നമ്മൾ അറിയും. അവിടെയെല്ലാം സ്നേഹത്തിൻ്റെ താളലയം മാത്രം. അനുഗ്രഹീതരായ ആത്മാക്കളെ ആനന്ദിപ്പിക്കുമാർ അത് ദൈവത്തിൽ നിന്ന് പ്രസരിക്കുന്നു. അവരിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് അവ തിരിച്ചു ചെന്ന് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവദൂതന്മാരുടെ സ്തുതിഗീതം പ്രശാന്തമായ ആ നാട്ടിൻ പുറത്ത് അകലങ്ങളിൽ അലിഞ്ഞു ചേർന്നു. ആ പ്രകാശധോരണിയും പരന്നൊഴുകി. പക്ഷികൾ പ്രഭാതകിരണങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടുന്നു. ആടുകൾ സൂര്യൻ വേഗം പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കരയുന്നു. എന്നാൽ കാലിത്തൊഴുത്തിലെ കാളയുടെയും കഴുതയുടെയും കാര്യത്തിൽ എന്ന പോലെ മൃഗങ്ങളും പക്ഷികളും അവയുടെ സൃഷ്ടാവിനെ സ്വാഗതം ചെയ്യാൻ കരയുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.
അവയുടെ സൃഷ്ടാവ് ഒരു മനുഷ്യനെന്ന നിലയിലും ദൈവമെന്ന നിലയിലും അവരെ സ്നേഹിക്കുവാനായി അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണല്ലോ. സംഗീതം സാവധാനത്തിൽ മങ്ങിയില്ലാതാകുന്നു. അതുപോലെ തന്നെ പ്രകാശവും. ദൈവദൂതന്മാർ സ്വർഗത്തിലേക്ക് കയറുന്നു. ഇടയന്മാർ ആനന്ദ സുഷുപ്തിയിൽ നിന്നുണർന്ന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുന്നു. നീ കേട്ടോ, നമുക്ക് പോയി കാണണ്ടേ? അപ്പോൾ മൃഗങ്ങളുടെ കാര്യം എങ്ങനെ? ഓ, അവയ്ക്കൊന്നും സംഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനല്ലേ നമ്മൾ പോകുന്നത്. പക്ഷേ എങ്ങോട്ടാണ് നമ്മൾ പോകുക? ഇന്ന് ജനിച്ചു എന്നല്ലേ പറഞ്ഞത്? ബെത്ലഹേമിൽ പാർക്കാൻ സ്ഥലം കിട്ടിയില്ലെന്നും. മേരിക്ക് പാൽ കൊടുത്ത ആ ഇടയനാണിപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ കൂടെ വരൂ, എനിക്കറിയാം അവൻ എവിടെയാണെന്ന്. ആ സ്ത്രീയെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് വളരെ ദുഃഖം തോന്നി, അവളോട് സഹതാപം തോന്നി. അവളെ പ്രതി എങ്ങോട്ട് പോകണമെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. കാരണം അവർക്ക് താമസ സ്ഥലം കിട്ടുകയില്ലെന്ന് എനിക്ക് തോന്നി. അവൾക്ക് കൊടുക്കാനായി ആ മനുഷ്യന് ഞാൻ കുറെ പാലും കൊടുത്തു. അവൾ വളരെ ചെറുപ്പമാണ്, അതീവ സുന്ദരിയുമാണ്. നമ്മോട് സംസാരിച്ച ആ ദൈവദൂതനെ പോലെ അവളും നല്ലവളും കരുണയുള്ളവളുമായിരിക്കണം. എന്നാൽ നമുക്ക് പോയി കുറെ പാലും ചീസും ആട്ടിൻകുട്ടികളെയും നല്ല ആട്ടിൻതോലും കൊണ്ടുവരാം. അവർ വളരെ ദരിദ്രരായിരിക്കണം. അവൻ എത്ര തണുപ്പ് സഹിക്കുന്നുണ്ടായിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അവൻ്റെ പേരുച്ചരിക്കാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. ഓർത്തു നോക്കൂ, ദരിദ്രനായ ഒരുവൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ അവൻ്റെ അമ്മയോട് സംസാരിച്ചത്. കഷ്ടം. അവർ ഷെഡിനുള്ളിലേക്ക് പോകുന്നു. അധികം താമസിയാതെ പുറത്തു വരുന്നു. ചിലരുടെ കയ്യിൽ കുപ്പിയിൽ നിറച്ച പാലുണ്ട്. ചിലരുടെ കയ്യിൽ ഒരുതരം വലയിൽ ഉരുണ്ടിരിക്കുന്ന ചീസ്. ചിലരുടെ കയ്യിൽ കൂടയ്ക്കകത്ത് കരയുന്ന ആട്ടിൻകുട്ടികൾ. ചിലരുടെ കയ്യിലാകട്ടെ ഊറയ്ക്കിട്ട് ശരിയാക്കിയ തോൽ. അവർക്ക് കൊടുക്കാൻ ഒരാടിനെയും കൊണ്ടുപോകുന്നുണ്ട്. 1 മാസം മുൻപാണ് അവർക്ക് കുട്ടിയുണ്ടായത്. അതിൻ്റെ പാലും വളരെ നല്ലതാണ്. ആ സ്ത്രീക്ക് പാലില്ലെങ്കിൽ ഈ ആട് വലിയ ഉപകാരമായിരിക്കും. കണ്ടിട്ട് അവൾ വളരെ ചെറുപ്പമാണ്, വല്ലാതെ വിളറിയുമിരിക്കുന്നു. ചന്ദ്രികയിൽ മുല്ലപ്പൂ പോലെ വെളുത്ത ഒരു മുഖം. പാലുകൊടുത്ത ആ ഇടയൻ പറയുന്നു. അയാൾ അവർക്ക് നേതൃത്വം നൽകുന്നു. പന്തങ്ങൾ കത്തിച്ചുകൊണ്ട് നിലാവിൽ അവർ പുറപ്പെടുന്നു. ഷെഡും വേലിക്കെട്ടും അടച്ചു. നാട്ടിൻ പുറത്തെ ഓരോ വഴികളിലൂടെയാണ് പോകുന്നത്. ശൈത്യകാലമായതുകൊണ്ട് ഇലയെല്ലാം കൊഴിഞ്ഞു നിൽക്കുന്ന മുൾച്ചെടികൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പൊക്കം കുറഞ്ഞ വേലികൾക്കിടയിലൂടെയാണ് അവർ നടക്കുന്നത്. അവർ ബെത്ലഹേം ചുറ്റിപ്പോകുന്നു. മേരി വന്ന വഴിയിലൂടെയല്ല അവർ വരുന്നത്, അതിനെതിരെയുള്ള വശത്തുകൂടെയാണ്. അതിനാൽ അവർ ആദ്യമേ തന്നെ ദിവ്യശിശുവിൻ്റെ കാലിക്കൂട്ടിലെത്തി. അതിനേക്കാൾ ഭേദപ്പെട്ട മറ്റ് കാലിക്കൂടൊന്നും അവർ കണ്ടില്ല. അവർ നേരെ പ്രവേശനദ്വാരത്തിലേക്ക് ചെല്ലുന്നു. അകത്ത് കയറൂ. ഞാൻ പോകയില്ല, എനിക്ക് പേടിയാ. നീ പോകൂ. ഇല്ല. ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യൂ. എടാ ലേവി, നീ ഞങ്ങളെക്കാൾ നല്ലവനാണ്. അതുകൊണ്ടാണ് ദൈവദൂതനെ ആദ്യം കണ്ടത്. നീ ഒന്ന് നോക്കിക്കേ. നേരത്തെ അവർ പറഞ്ഞത് അവന് കൃക്കാണെന്നായിരുന്നു. ഇപ്പോൾ അവർ ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യത്തിന് അവർക്ക് അവനെ ഉപയോഗപ്പെടുത്താം. ബാലന് സന്ദേഹം. എന്നാൽ ഉടൻ തന്നെ അവൻ ഒരു തീരുമാനത്തിലെത്തി. അവൻ ആ ദ്വാരത്തിനടുത്തേക്ക് പോകുന്നു. വിരിയായി തൂക്കിയിരിക്കുന്ന കുപ്പായം സ്വല്പം മാറ്റി നോക്കുന്നു. അവൻ ആനന്ദ നിർവൃതിയിൽ ലയിച്ചു നിൽക്കുന്നു. നീ എന്താണ് കാണുന്നത്? ഉത്കണ്ഠയോടെ എന്നാൽ താണസ്വരത്തിൽ അവരെല്ലാവരും ചോദിക്കുന്നു. പുൽത്തൊട്ടിയുടെ ഉള്ളിലേക്ക് നോക്കി കുനിഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരിയായ യുവതിയെയും ഒരു മനുഷ്യനെയും എനിക്ക് കാണാം. പിന്നെ ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. സ്ത്രീ ശിശുവിനോട് സംസാരിക്കുകയാണ്. ആ സ്വരം എത്ര മാധുര്യമേറിയതാണ്. അവൾ എന്താണ് പറയുന്നത്? അവൾ പറയുന്നു, ഈശോ, എൻ്റെ ഉണ്ണി, ഈശോ, അമ്മയുടെ സ്നേഹമേ, കരയാതിരിക്കൂ. കുഞ്ഞുമകനെ, ഓ എൻ്റെ മോനെ, അല്പം പാല് കുടിക്കൂ എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ എനിക്കിപ്പോൾ പാലില്ല. നീയാകെ തണുത്തിരിക്കുന്നല്ലോ. എൻ്റെ സ്നേഹമേ, വൈക്കോലിൻ്റെ ദുർഗന്ധവും വരുന്നുണ്ടല്ലോ. നിന്റെ കരച്ചിൽ കേൾക്കുന്നത് നിന്റെ അമ്മയ്ക്ക് എത്ര വേദനാജനകം. നിന്നെ സഹായിക്കാൻ അമ്മയ്ക്ക് കഴിയില്ലല്ലോ. അവൾ പറയുന്നു, എൻ്റെ ജീവനെ, ഉറങ്ങൂ. നീ കരയുന്നത് കേൾക്കുന്നതും നിന്റെ കണ്ണീര് കാണുന്നതും
ചങ്ക് പിളർക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചുംബിക്കുന്നു. അവൾ തണുത്തിരിക്കുന്ന അവൻ്റെ ചെറുപാദങ്ങൾ തൻ്റെ കൈകൾ കൊണ്ട് ചൂടാക്കുകയാണെന്ന് തോന്നുന്നു. കാരണം പുൽത്തൊട്ടിയിലേക്ക് കൈകൾ നീട്ടി അവൾ കുനിഞ്ഞാണ് നിൽക്കുന്നത്. അവളെ വിളിക്കൂ, നീ വന്നെന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ വിളിക്കില്ല, നീ വേണം വിളിക്കാൻ. കാരണം നീയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. നീയല്ലേ അവളോട് നേരത്തെ സംസാരിച്ചിട്ടുള്ളത്. ഇടയൻ വായി പൊളിക്കുന്നു. എന്നാൽ ഞരക്കം പോലുള്ള ഒരു നേരിയ ശബ്ദമേ പുറത്തു വരുന്നുള്ളൂ. ജോസഫ് തിരിഞ്ഞു നോക്കി വാതിൽക്കലേക്ക് വന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഇടയന്മാർ. നിങ്ങൾക്കായി കുറച്ച് ഭക്ഷണവും കുറച്ച് കമ്പിളിയും കൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷകനെ ആരാധിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അകത്തേക്ക് വരൂ. അവരെല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നു. പന്തങ്ങളുടെ വെളിച്ചത്തിൽ കാലിക്കൂട് പ്രകാശമാനമായി. പ്രായം ചെന്ന ഇടയന്മാർ ചെറുപ്പക്കാരെ ഉന്തി മുന്നിൽ കയറുന്നു. മേരി തിരിഞ്ഞു നോക്കി പുഞ്ചിരി തൂകുന്നു. വരൂ, അവൾ പറയുന്നു. വരൂ. കരങ്ങൾ നീട്ടിയും പുഞ്ചിരി പൊടിച്ചും അവരെ ക്ഷണിക്കുന്നു. ദൈവദൂതനെ കണ്ട ഇടയബാലനെ അവൾ പിടിച്ച് അരികിൽ ചേർത്തു നിർത്തുന്നു. അവൻ പുൽത്തൊട്ടിയിലേക്ക് നോക്കുന്നു. വലിയ ആനന്ദമാണ് ആ ബാലന്. ജോസഫ് വിളിച്ചതനുസരിച്ച് മറ്റുള്ളവരും മുന്നോട്ട് നീങ്ങുന്നു. തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനങ്ങളെല്ലാം മേരിയുടെ പാദത്തിൽ വെച്ച് ഏതാനും ഹൃദയസ്പർശകമായ വാക്കുകളും അവർ പറയുന്നു. പിന്നീട് മൃദുസ്വരത്തിൽ കരയുന്ന ശിശുവിനെ നോക്കി ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു. മറ്റുള്ളവരെക്കാൾ ധൈര്യമുള്ള ഒരിടയൻ പറയുന്നു, അമ്മേ, ഈ കമ്പിളി എടുത്തുകൊള്ളുക. ഇത് വളരെ മാർദ്ദവവും വൃത്തിയുള്ളതുമാണ്. ജനിക്കാറായ എൻ്റെ ശിശുവിന് വേണ്ടി ഞാനിത് ഒരുക്കിയതാണ്. എന്നാൽ ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്നു. ഈ ശിശുവിനെ ഇതിന്മേൽ കിടത്തുക. ഇത് മൃദുവും ചൂട് നൽകുന്നതുമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വളരെ ഭംഗിയുള്ള ആ ആട്ടിൻ തോൽ കൊടുക്കുന്നു. അത് വെളുത്ത് മാർദ്ദവമുള്ള രോമം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. മേരി ഈശോയെ എടുത്ത് അതിൽ പൊതിഞ്ഞ് ഇടയന്മാരെ കാണിക്കുന്നു. അവർ നിലത്ത് വൈക്കോലിൽ മുട്ടുകുത്തി ആനന്ദപാരവേശത്തോടെ ശിശുവിനെ നോക്കുന്നു. അവർക്ക് ധൈര്യം ലഭിക്കുന്നു. ഒരാൾ അഭിപ്രായപ്പെടുന്നു, കുഞ്ഞിന് ഒരു കവിൾ പാല് കൊടുക്കണം. അല്പം തേനും വെള്ളവും കൊടുക്കുന്നതാണ് കുറെ കൂടി നല്ലത്. എന്നാൽ ഇവിടെ നമുക്ക് തേനില്ലല്ലോ. അതാണ് ചെറിയ ശിശുക്കൾക്ക് കൊടുക്കുന്നത്. എനിക്ക് 7 മക്കളുണ്ട്. എനിക്കറിയാം. ഇവിടെ കുറച്ച് പാലുണ്ട്, അതെടുത്തുകൊള്ളൂ. പക്ഷേ അത് തണുത്തതാണ്. പാൽ ചെറു ചൂടുള്ളതായിരിക്കണം. ഏലിയാസ് ഇവിടെ. അവൻ ആടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ മേരിക്ക് പാൽ കൊടുത്ത ഇടയൻ്റെ പേര് ഏലിയാസ് എന്നായിരിക്കണം. എന്നാൽ അവൻ ആ കൂട്ടത്തിലില്ല. അവൻ വെളിയിൽ നിന്ന് ദ്വാരത്തിലൂടെ നോക്കുന്നുണ്ട്. അവനെ ആരും കാണുന്നില്ല. ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? ഒരു ദൈവദൂതൻ ഞങ്ങളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു. ഏലിയാസാണ് വഴി കാണിച്ചു തന്നത്. എന്നാൽ ഏലിയാസ് ഇവിടെ. ആടിൻ്റെ കരച്ചിൽ അവൻ്റെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നു. അകത്തു വരൂ, ഏലിയാസെ, നിന്നെ വിളിക്കുന്നു. അവൻ ആടിനെയും കൊണ്ടകത്തേക്ക് കയറുന്നു. എല്ലാവരും അവനെ നോക്കുന്നതിനാൽ അവൻ അല്പം പരിഭ്രമമുണ്ട്. ഓ, അത് നിങ്ങളാണോ? ജോസഫ് അയാളെ മനസ്സിലാക്കുന്നു. മേരി അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ നല്ലവനാണ്. അവർ ആടിനെ കറക്കുന്നു. ഒരു തുണിക്കഷണത്തിൻ്റെ അഗ്രം പാലിൽ മുക്കി മേരി ശിശുവിൻ്റെ അധരങ്ങൾ നനയ്ക്കുന്നു. ഉണ്ണി മധുരമുള്ള ആ പാലിൻ്റെ പത നുണയുന്നു. അവരെല്ലാവരും പുഞ്ചിരിക്കുന്നു. ശിശു ആ തുണിക്കഷണവും വായിൽ പിടിച്ചുകൊണ്ട് ആട്ടിൻ രോമത്തിൻ്റെ ചൂട് കിട്ടിയപ്പോൾ ഉറങ്ങുന്നത് കണ്ട് കൂടുതൽ ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ആകെ തണുപ്പും ഈർപ്പവുമാണ്. മൃഗങ്ങളുടെ ദുർഗന്ധവും ശക്തിയായിട്ടുണ്ട്. അത് നല്ലതല്ല. രക്ഷകന് ഇതൊട്ടും നല്ലതല്ല. എനിക്കറിയാം. ശക്തമായ നെടുവീർപ്പോടെ മേരി പറയുന്നു, ബത്ലഹേമിൽ ഞങ്ങൾക്ക് സ്ഥലം കിട്ടുന്നില്ല. സ്ത്രീയെ, ധൈര്യമായിരിക്കൂ. നിങ്ങൾക്കായി ഒരു വീട് ഞങ്ങൾ അന്വേഷിക്കാം. എൻ്റെ യജമാനത്തിയോട് ഞാൻ പറയും. ഏലിയാസ് പറയുന്നു, അവൾ നല്ലവളാണ്. തൻ്റെ സ്വന്തം മുറി നിങ്ങൾക്ക് തരണമെങ്കിൽ തന്നെയും അവൾ നിങ്ങളെ സ്വീകരിക്കും. പ്രഭാതമായാലുടനെ ഞാൻ അവളോട് പറയും. അവളുടെ വീട് നിറയെ ആളുകളാണ്. എന്നാലും നിങ്ങൾക്ക് അവർ സ്ഥലമുണ്ടാക്കിത്തരും. എൻ്റെ കുഞ്ഞിനെങ്കിലും സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ജോസഫും ഞാനും നിലത്ത് കിടന്നുകൊള്ളാം. എന്നാൽ എൻ്റെ കുഞ്ഞിന്
സ്ത്രീയെ ഒട്ടും വിഷമിക്കേണ്ട, ഞാനത് നോക്കിക്കൊള്ളാം. ഞങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അനേകം ആളുകളോടും പറയും. നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. തൽക്കാലത്തേക്ക് ഈ ദരിദ്രരുടെ ദാനങ്ങൾ സ്വീകരിക്കൂ. ഞങ്ങൾ ഇടയന്മാരാണ്, ഞങ്ങളും ദരിദ്രരാണ്. നിങ്ങൾക്ക് പ്രതിഫലം തരാൻ അശക്തരാണ്. ജോസഫ് പറയുന്നു. ഓ, അതൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് തരാൻ സാധിക്കുമെങ്കിൽ തന്നെ ഞങ്ങൾക്കൊന്നും വേണ്ട. കർത്താവ് ഞങ്ങൾക്ക് പ്രതിഫലം തന്നു കഴിഞ്ഞു. അവൻ എല്ലാവർക്കും സമാധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദൈവദൂതന്മാർ പറഞ്ഞു, സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്നാൽ അവനത് ഞങ്ങൾക്കിപ്പോഴേ തന്നു കഴിഞ്ഞു. കാരണം ദൈവദൂതൻ പറഞ്ഞു, ഈ ശിശുവാണ് രക്ഷകൻ, കർത്താവായ ക്രിസ്തു. ഞങ്ങൾ ദരിദ്രരും അറിവില്ലാത്തവരുമാണ്. എന്നാൽ രക്ഷകൻ സമാധാനത്തിൻ്റെ രാജകുമാരനായിരിക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വന്ന് ശിശുവിനെ ആരാധിക്കാനും ദൈവദൂതൻ ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ തൻ്റെ സമാധാനം ഞങ്ങൾക്ക് തന്നത്. അത്യുന്നതമായ സ്വർഗത്തിൽ ദൈവത്തിന് സ്തുതി ഉണ്ടാകട്ടെ. ഇവിടെയുള്ള അവൻ്റെ ക്രിസ്തുവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അവനെ പ്രസവിച്ച സ്ത്രീയെ നിങ്ങൾ അനുഗ്രഹീതയാകുന്നു. അവനെ വഹിക്കാൻ അർഹയായതിനാൽ നീ പരിശുദ്ധയാകുന്നു. ഞങ്ങളുടെ രാജ്ഞിയായി ഞങ്ങളോട് കൽപ്പിക്കുക. നിന്നെ സേവിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എൻ്റെ പുത്രനെ സ്നേഹിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ മനസ്ഥിതി എപ്പോഴും പാലിക്കാൻ കഴിയും. എന്നാൽ നിന്റെ കാര്യം എങ്ങനെ? നിനക്ക് ഒരാവശ്യവുമില്ലേ? ശിശു ജനിച്ചു എന്നറിയിക്കാൻ നിനക്ക് ബന്ധുക്കൾ ആരുമില്ലേ? ഉണ്ട്, എനിക്ക് ബന്ധുക്കളുണ്ട്. എന്നാൽ അവർ വളരെ ദൂരെയാണ്. അവർ ഹെബ്രോണിലാണ്. ഞാൻ പോകാം, ഏലിയാസ് പറയുന്നു. ആരാണവർ? പുരോഹിതനായ സക്രിയാസും എൻ്റെ മാതൃ സഹോദരി എലിസബത്തും. സക്രിയാസോ? ഓ, എനിക്കദ്ദേഹത്തെ നല്ലപോലെ അറിയാം. വേനൽക്കാലത്ത് ആ പർവ്വതനിരകളിലേക്ക് ഞങ്ങൾ പോകും. കാരണം അവിടെ മനോഹരങ്ങളായ നല്ല മേച്ചിൽ സ്ഥലങ്ങളുണ്ട്. ഞാൻ അവൻ്റെ ഇടയൻ്റെ ഒരു സ്നേഹിതനുമാണ്. നിങ്ങൾ താമസമുറപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ സക്രിയാസിൻ്റെ പക്കൽ പോകാം. നന്ദിയുണ്ട് എലിയാസേ. നിങ്ങൾ എനിക്ക് നന്ദി പറയണ്ട. ഒരു പാവമിടയനായ ഞാൻ ഒരു പുരോഹിതനോട് രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന് പറയാനിടയാകുന്നത് തന്നെ ഒരു വലിയ ബഹുമതിയാണ്. അങ്ങനെ നീ പറയണ്ട. നിന്റെ ചാർച്ചക്കാരി നസ്രത്തിലെ മേരി പറഞ്ഞയച്ചിരിക്കുന്നു. ഈശോ പിറന്നിരിക്കുന്നു, അതിനാൽ ബേത്ലഹേമിലേക്ക് വരണമെന്ന് എന്ന് മാത്രം. ഞാൻ അങ്ങനെ പറഞ്ഞുകൊള്ളാം. ദൈവം നിനക്ക് പ്രതിഫലം നൽകട്ടെ. ഏലിയാസേ, നിന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർത്തുകൊള്ളാം. നിന്റെ ശിശുവിനോട് ഞങ്ങളെക്കുറിച്ച് പറയുമോ? തീർച്ചയായും ഞാൻ പറയും. ഞാൻ ഏലിയാസാണ്. എൻ്റെ പേര് ലേവി. എൻ്റെ പേര് സാമുവേൽ. എൻ്റെ പേര് ജോന. എൻ്റെ പേര് ഐസക്ക്. ഞാൻ തോബിയാസ്. ഞാൻ ജോനാഥൻ. ഞാൻ ദാനിയേൽ. ഞാൻ സൈമൺ. എൻ്റെ പേര് ജോൺ. ഞാൻ ജോസഫാണ്. എൻ്റെ സഹോദരനാണ് ബെഞ്ചമിൻ. ഞങ്ങൾ ഇരട്ടയാണ്. ഞാൻ നിങ്ങളുടെ പേരുകൾ ഓർത്തിരിക്കും. ഞങ്ങൾക്ക് പോകണമല്ലോ, പക്ഷേ ഞങ്ങൾ തിരിച്ചു വരും. അവനെ ആരാധിക്കുവാൻ മറ്റുള്ളവരെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. ഈ ശിശുവിനെ വിട്ടിട്ട് ആലയിലേക്ക് ഞങ്ങൾ എങ്ങനെ പോകും? ഈ ശിശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ദൈവത്തിന് സ്തുതി. അവൻ്റെ വസ്ത്രം ഒന്ന് ചുംബിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുമോ? ലേവി ദൈവദൂത സമാനമായ ഒരു പുഞ്ചിരിയോടെ ചോദിക്കുന്നു. മേരി ഈശോയെ സാവധാനത്തിലെടുക്കുന്നു. വൈക്കോലിന്മേലിരുന്ന ആ ചെറുപാദങ്ങൾ തുണിയിൽ പൊതിഞ്ഞവർക്ക് ചുംബിക്കുവാൻ കൊടുക്കുന്നു. ഇടയന്മാർ നിലം പറ്റത്താണ് ആ ചെറുപാദങ്ങൾ ചുംബിക്കുന്നു. താടിമീശയുള്ളവർ അത് ശുചിയാക്കുകയാണ്. ചുംബനത്തിനൊരുക്കമായി എല്ലാവരും കരച്ചിലാണ്. പോകാറായപ്പോൾ അവർ പുറം തിരിഞ്ഞു നടക്കാതെ പിൻപിലേക്ക് നടക്കുന്നു. അവർ തങ്ങളുടെ ഹൃദയങ്ങൾ ഉണ്ണിയുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു. മേരി ശിശുവിനെ മടിയിൽ വെച്ചുകൊണ്ട് വൈക്കോലിന്മേലിരിക്കുന്നു. ജോസഫ് തൻ്റെ കൈമുട്ടുകൾ രണ്ടും പുൽത്തൊട്ടിയിൽ കുത്തിച്ചാരി നിന്നുകൊണ്ട് ദിവ്യശിശുവിനെ നോക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ദർശനം അങ്ങനെ അവസാനിക്കുന്നു. ഈശോ പറയുന്നു, ഇന്ന് ഞാൻ സംസാരിക്കാം. നീ വളരെ ക്ഷീണിതയാണ്. എങ്കിലും അല്പം കൂടെ ക്ഷമിക്കുക. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ തലേ ദിവസമാണല്ലോ ഇന്ന്. ദിവ്യകാരുണ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രേക്ഷിതരെക്കുറിച്ചും ഞാൻ പറയാം. തിരുഹൃദയത്തിൻ്റെ പ്രേക്ഷിതരെക്കുറിച്ച് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ
പരിശുദ്ധ കുർബാനയുടെ ആരാധകരുടെ മുന്നോടികളായിരുന്ന ഒരു ഗണം ആരാധകരുടെ കാര്യമാണിപ്പോൾ പറയുന്നത്. അതായത് ആ ഇടയന്മാർ മാംസമായ വചനത്തിൻ്റെ ശരീരത്തെ ആദ്യം ആരാധിച്ചത് അവരായിരുന്നു. ഞാനൊരിക്കൽ നിന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ സഭയും ഇത് തന്നെ പറയുന്നു. അതായത് ദിവ്യപൈതങ്ങൾ ക്രിസ്തുവിൻ്റെ ആദ്യ രക്തസാക്ഷികളായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ആദ്യത്തെ ആരാധകർ ഇടയന്മാരായിരുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മാക്കളെ, എൻ്റെ ശരീരത്തിൻ്റെ ആരാധകരാകുവാനുള്ള എല്ലാ ഗുണവിശേഷങ്ങളും അവർക്കുണ്ടായിരുന്നു. ഉറച്ച വിശ്വാസം. അവർ ദൈവദൂതനെ ചോദ്യം ചെയ്യാതെ ഉത്സാഹപൂർവം വിശ്വസിക്കുന്നു. ഔദാര്യം. അവർക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ അവർ കർത്താവിന് കൊടുത്തു. എളിമ. മാനുഷികമായ വീക്ഷണത്തിൽ അവരെക്കാൾ ദരിദ്രരായവരെ അവർ സമീപിക്കുന്നു. അവരെ ഒട്ടും തരം താഴ്ത്താതെ വിനയത്തോടെ പെരുമാറുന്നു. തങ്ങളെ തന്നെ ദാസരായി ഏറ്റുപറയുന്നു. ആഗ്രഹം. അവർക്ക് കൊടുക്കുവാൻ സാധിക്കാത്ത അവരുടെ പരിശ്രമ ഫലമായി മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉത്സാഹപൂർവമുള്ള അനുസരണം. സക്രിയാസിനെ അറിയിക്കാൻ മേരി ആഗ്രഹിക്കുന്നു. ഏലിയാസ് ഉടനെ പോകുന്നു. അക്കാര്യം നീട്ടിവെക്കുന്നില്ല. സ്നേഹം. ഗുഹയിൽ നിന്ന് പോകുന്നത് അവർക്ക് വേദനയായിരുന്നു. നീ പറയുന്നു, അവരുടെ ഹൃദയം അവിടെ വെച്ചിട്ടാണ് പോകുന്നതെന്ന്. നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഇതുതന്നെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചും സംഭവിക്കേണ്ടതല്ലേ? വേറൊരു കാര്യം കൂടിയുണ്ട്. അത് മുഴുവൻ നിനക്ക് വേണ്ടിയാണ് പറയുന്നത്. ശ്രദ്ധിക്കൂ. ദൈവദൂതൻ ആർക്കാണ് ആദ്യമേ സ്വയം വെളിപ്പെടുത്തിയത്? ആർക്കാണ് മേരിയുടെ സ്നേഹാമൃതം ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ടായത്? ബാലനായ ലേവിക്കല്ലേ? ഒരു ശിശുവിൻ്റെ ആത്മാവുള്ളവർക്കാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്. തൻ്റെ രഹസ്യങ്ങൾ അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. തൻ്റെ ദൈവിക വചനങ്ങളും മേരിയുടെ വാക്കുകളും കേൾക്കുവാൻ അവരെ അനുവദിക്കുന്നു. ഒരു ശിശുവിൻ്റെ ആത്മാവുള്ളവർക്ക് ധൈര്യവും ലഭിക്കുന്നു. ലേവി പറഞ്ഞതുപോലെ അവരും പറയുന്നു, നമുക്ക് അവൻ്റെ വസ്ത്രം ചുംബിക്കാം. ഇവരത് മേരിയോടാണ് പറയുന്നത്. കാരണം മേരിയാണ് എപ്പോഴും ഈശോയെ നിങ്ങൾക്ക് തരുന്നത്. ദിവ്യകാരുണ്യത്തിൻ്റെ വാഹകയാണ് അവൾ. ജീവനുള്ള അരുളിക്കായുള്ള അവൾ. മേരിയുടെ പക്കൽ പോകുന്നവർ എന്നെ കാണുന്നു. അവളോട് ചോദിക്കുന്നവർക്ക് അവളിൽ നിന്ന് എന്നെ ലഭിക്കുന്നു. ഈശോയെ കൂടുതലായി സ്നേഹിക്കാനായി എനിക്ക് ഈശോയെ തരിക എന്ന് മേരിയോട് ഒരു സൃഷ്ടി പറയുമ്പോൾ എൻ്റെ അമ്മയുടെ പുഞ്ചിരി സ്വർഗത്തിൻ്റെ നിറം തന്നെ മാറ്റി അതിന് കൂടുതൽ സജീവത്വവും പ്രഭയും നൽകുന്നു. അത്ര ആനന്ദകരമാണത്. അതുകൊണ്ട് അവളോട് ഇങ്ങനെ പറയുക, ഈശോയുടെ വസ്ത്രം ഞാനൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ. ഈശോയുടെ മുറിവുകൾ ഞാനൊന്ന് ചുംബിക്കട്ടെ. അതിനേക്കാൾ കൂടുതൽ ധൈര്യത്തോടെ ഇങ്ങനെ പറയുക, നിന്റെ ഈശോയുടെ ഹൃദയത്തിൽ എൻ്റെ ശിരസ് വെച്ച് ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ. അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തട്ടെ. വരൂ, വിശ്രമിക്കൂ. ഈശോ തൻ്റെ പിള്ളത്തൊട്ടിയിൽ വിശ്രമിക്കുന്നത് പോലെ ഈശോയുടെയും മേരിയുടെയും ഇടയ്ക്ക് നീ വിശ്രമിക്കുക.